അസ്സലാമലൈക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ലേ? ഇവിടെ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ തന്നെയാണ്. ഇങ്ങനൊരു പെരുന്നാൾ ആദ്യമായിട്ടാവൂല്ലേ റിലേറ്റീവ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ പുറത്തൊന്നും പോകാഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണം. ഇന്ന് ഇതിന് മുന്നേ ആയിട്ടുള്ള ചെറിയ പ്രിപ്പറേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ മെഹന്തിയുടെ ഡിസൈനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഇപ്പോൾ രാത്രി ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ് വെക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ്. ഇങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ കുക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുമിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഇതുപോലെ ഒന്ന് നൈസായി കട്ട് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് മസാല ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറേ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ അതിലേക്കുള്ള പച്ചമുളകും കൂടി എടുത്ത് വെക്കുകയാണ്. ഞാനിത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നാളേക്കൊക്കെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ബിരിയാണിക്കുള്ളത് മാത്രം മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുതിനയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിലും ആഡ് ചെയ്യാമല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതും ക്രഷ് ചെയ്തതൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ ചെയ്യണത്. ഇനി ബിരിയാണിക്കുള്ള മല്ലിച്ചപ്പും പുതിനൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ വല്ല ബോക്സിലെങ്ങാനാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. തക്കാളി ഒരിക്കലും ഇതുപോലെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കാറില്ല. ആ സമയത്ത് മാത്രമേ ഒന്ന് കട്ട് ചെയ്തെടുക്കാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആകെ കൂടെ വെള്ളം ഇറങ്ങിയ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് ചെയ്യാറുള്ളൂ. ഇനി ബിരിയാണിക്കുള്ള ബീഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ബോൺലെസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ബോണോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ടുള്ളതാണ് ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കി എടുക്കാം. നാളെ രാവിലെ ചായക്കായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് കറി വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ കറി കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എപ്പോഴും ബീഫും ചിക്കനൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പം തന്നെ വേഗം ഒരു കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അധികമൊന്നും ഉണ്ടാക്കണില്ല, ഒരു നേരത്തിനുള്ള കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇപ്പോൾ ഇതിൽ ഷെയർ ചെയ്യണില്ല. ഉള്ളിയൊന്നും വഴറ്റാണ്ട് തന്നെ സിമ്പിളായിട്ട് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതാ അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നാളെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കുകയാണ്. അപ്പോഴേക്കത് സമയം 2 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് നാളേക്കുള്ള പത്തിരിയും കൂടെ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാണ്. ഇപ്പോൾ കൈപ്പത്തിരി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ ഇത്തിരി ലൈറ്റ് ആയി കഴിഞ്ഞാലും ടെൻഷനിൽ ഇതൊക്കെ ഇവിടെ റെഡിയാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞ് തന്നെ അറിഞ്ഞില്ല കേട്ടോ. പത്തിരി ചുടൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒത്തിരി സമയം സേവ് ചെയ്യാനും പറ്റും. അങ്ങനെ ഇതാ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ കുറച്ച് കലാവിരുതാണ്.
കുറേ കാലമായിട്ട് മെഹന്തി ഇട്ടിട്ടും ഇട്ട് കൊടുത്തിട്ടൊക്കെ, അതുകൊണ്ട് തന്നെ ആ ടച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. താങ്ക് യു.